ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. 28-കാരി ഏഞ്ചൽ ജാസ്മിനെയാണ് മരിച്ചത്. തോർത്തുകൊണ്ട് കഴുത്തുമുറുക്കി കൊല്ലുകയായിരുന്നു പ്രതി ജോസ്മോൻ. പോലീസ് കസ്റ്റഡിയിൽ. ദേവൻ എംപിയുടെ വിശദാംശങ്ങളുമായി. ദേവൻ, ഈ സംഭവം എപ്പോഴാണ്? വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. അച്ഛൻ മകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്? വിവരങ്ങൾ. സംഗീത, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രിയാണ് ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശിയായിട്ടുള്ള ഏഞ്ചൽ ജാസ്മിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ബന്ധുക്കൾ ജാസ്മിനെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടപ്പോഴേക്കും ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ഈ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഡോക്ടർമാർ ഒരു സൂചന ഈ ബന്ധുക്കൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കഴുത്തിൽ ഒരു മുറിപ്പാടുണ്ടെന്നുള്ള രീതിയിൽ ഒരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പോലീസിനും ഈ ഒരു സൂചന ഈ ഡോക്ടർമാർ നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനിടയിലാണ് ഈ പോലീസിന് ഇത്തരത്തിലൊരു സംശയം തോന്നുന്നത്. ഇതൊരു സ്വാഭാവിക മരണമല്ല, ഒരു അസ്വാഭാവികത ഈ മരണത്തിന് പിന്നിലുണ്ട് എന്നുള്ളൊരു സംശയം പോലീസിന് തോന്നുന്നത്. തുടർന്ന് ഈ പോലീസ് ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ പിതാവായിട്ടുള്ള ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇക്കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് പിതാവായിട്ടുള്ള ജോസ്മോൻ തന്നെ ഇപ്പോൾ കുറ്റം സമ്മതിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ വെച്ച് ഏഞ്ചൽ ജാസ്മിനെ തോർത്തുകൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ജോസ്മോൻ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. വളരെ നാളുകളായി തന്നെ ഈ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി പിണങ്ങി ഈ അച്ഛൻ്റെ കുടുംബത്തിൽ തന്നെയായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ മരണം സംഭവിച്ചപ്പോൾ ഒരുപക്ഷെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ കരുതിയിരുന്നത് ഈ ഭർത്താവുമായിട്ടുള്ള പിണക്കത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യയാണെന്നുള്ളൊരു സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ ഡോക്ടർമാരുടെ ഈ മൃതദേഹം പരിശോധിച്ച ഡോക്ടർമാരുടെ എല്ലാം നിർദ്ദേശം ഒരു സൂചന ലഭിച്ചപ്പോഴാണ് പോലീസിന് ഇത്തരത്തിൽ ഈ മരണത്തിൽ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചത്. തുടർന്ന് ജോസ്മനെ ചോദ്യം ചെയ്തപ്പോഴാണോ ഇത്തരത്തിൽ ഈ അച്ഛനായിട്ടുള്ള പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ജോസ്മോൻ മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ജോസ്മോന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം മകൾക്ക് നേരെ ജോസ്മോൻ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ പ്രതിയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. സംഗീത. ശരി ദേവൻ, ആലപ്പുഴ ഓമനപ്പുഴയിലാണ് അച്ഛൻ മകളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ദേവൻ എംപിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.